നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. Hi everybody. ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ? ഞാൻ മധുശ്രീയാ, മധുശ്രീ. അതെ, തികച്ചും അപ്രതീക്ഷിതമൊന്നും അല്ലല്ലോ എന്റെ ഈ വരവ്. ഒരർത്ഥത്തിൽ എന്നെ പ്രതീക്ഷിച്ചല്ലേ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നേ. നമുക്കിവിടെ ഇന്നൊരു ചടങ്ങ് നടത്താനുള്ളതല്ലേ, ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. ഇതിപ്പോ പെണ്ണ് കാണൽ എന്നല്ല, ആണ് കാണൽ ചടങ്ങെന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾ ഇങ്ങോട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്തിനാ? ഈ വീടും പരിസരവും ഒക്കെ മധുശ്രീക്ക് ജീവിക്കാൻ പറ്റിയതാണോന്ന് നോക്കാൻ. പിന്നെ ഇവിടുള്ള പയ്യൻ, എന്താ കക്ഷിയുടെ പേര്? വിഷ്ണു. കക്ഷിയെയും എനിക്ക് പറ്റുമോ എന്നൊന്ന് നോക്കണം. If I am not wrong, you are Mr. രാഘവൻ നായർ, right? ഞാൻ വിചാരിച്ചതിനേക്കാളും ചെറുപ്പാണ് കേട്ടോ നിങ്ങള്. സ്മാർട്ട് ആൻഡ് യങ് ലുക്കിംഗ്. You are Rohit. ഇനി ഇതാണ് പ്രധാന കക്ഷി, പത്മിനി എന്ന പപ്പിക്കുട്ടി. ഈ കക്ഷിയല്ലേ വിജയേട്ടാ കഴിഞ്ഞ തവണ നിങ്ങൾ കൊണ്ടുവന്ന കല്യാണാലോചന മുടക്കിയത്? ഞാനങ്ങനെ ഒന്നും. താൻ പറഞ്ഞു. താൻ പറഞ്ഞു വിജയകുമാറെ, പറഞ്ഞു. എന്തിനാ കള്ളം പറയുന്നത്? അങ്ങനെ കള്ളം പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ വിജയകുമാർ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ പരിചയമില്ലാത്ത രണ്ട് കഥാപാത്രങ്ങൾ. ഇതാണ് ഹിസ് ഹൈനസ് ശിവൻകുട്ടി, കളരിക്കൽ ഗ്രൂപ്പിന്റെ MD ആണെന്നൊക്കെ പറയും. പക്ഷേ മധുശ്രീയുടെ അച്ഛനെന്ന് പറഞ്ഞു പരിചയപ്പെടുത്താനാ എനിക്കിഷ്ടം. ഈ നിൽക്കുന്നത് എന്റെ അമ്മ കനകലത. പ്രത്യേകിച്ച് അങ്ങനെ അഡ്രസ് ഒന്നുമില്ല. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം, കളരിക്കൽ ഗ്രൂപ്പ് MD ശിവൻകുട്ടി സാറിന്റെ ഭാര്യ. ഒരു ലേബലില് പൊട്ടിയടിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ചുമ്മാ അങ്ങനെ നടക്കുന്നതേ ഉള്ളൂ, ഒരു കാര്യമില്ല. പോട്ടമ്മേ, ഒരു സത്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ.
ഹാ, ഇരിക്കുന്നേ. എന്റെ പിതാശ്രീ, നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. വി ആർ സ്പെഷ്യൽ ഗസ്റ്റ്. എല്ലാവരെയും പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തില്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അനുഗ്രഹിക്കണം സത്യമേ. ഭാമേ, ഇറങ്ങിപ്പോകാൻ പറ ഈ അഹങ്കാരിയോട്. ഇല്ല രാഘവേട്ട, ഇവളാ ഈ വീടിന്റെ മരുമകള്. സത്യഭാമയുടെ കാലശേഷം ഈ വീടിന്റെ ഉമ്മറത്തിരുന്ന് നാട് ഭരിക്കേണ്ടവൾ. ഇവളെ പോലെ ഒരുത്തിയ ഞാൻ ഇത്രയും നാൾ തേടി നടന്നത്. രാഘവേട്ട, പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. മനസ്സിലുള്ളത് തുറന്നു പ്രകടിപ്പിക്കണം. ഓരോ ആൾക്കാരെയും അറിഞ്ഞു പെരുമാറണം. അതിനുള്ള വിവേചന ശക്തി ഉണ്ടാവണം. അധികാരത്തോടെ ആത്മാഭിമാനത്തോടെ ഇടപെടണം. മോളിരിക്കേ. അയ്യോ വേണ്ട സത്യാമ്മേ. സത്യാമ്മ ഉള്ളപ്പോ സത്യാമ്മ തന്നെ ചേർന്നിരിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.